ഇന്നത്തെ ലൂസ് ടോക്കിൽ പരിചയപ്പെടുത്തുന്ന മനോ ജേക്കബ്. ഏകദേശം 35 വർഷമായിട്ട് അമേരിക്കയിൽ താമസമാണ്, റാന്നിക്കാരിയാണ്. ഇപ്പം മലയാളത്തിൽ അവരൊരു പുസ്തകം എഴുതി, ഒരു പിരിയൻ ഗോവേണി. ഇപ്പം ഞാൻ ഓർത്ത് 35 വർഷം അമേരിക്കയിൽ താമസിച്ചു കഴിഞ്ഞാൽ അധികം മലയാളികളും പിന്നെ മലയാളം പറയുന്നത് വല്ലാത്ത രീതിയിലാണ്. അത് മലയാളമാണോ ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ ഏത് ഭാഷയെന്ന് പറയാൻ പറ്റത്തില്ല, ആ രീതിയിലാണ്. പക്ഷെ ഞാൻ പരിചയപ്പെട്ട ശേഷം വളരെ മനോഹരമായ രീതിയിലുള്ള മലയാളം, അതേപോലെ ഈ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നൊരു ഭാഷയുണ്ട്. അതായത് വളരെ രസകരമായിട്ട് മലയാളത്തെ എങ്ങനെ ഉപയോഗിക്കാം, അപ്പം ആ രീതിയിലാണ് മനോ അത് എഴുതിയിരിക്കുന്നത്. മനോ അമേരിക്കയിൽ ന്യൂയോർക്കിനടുത്ത് കണക്റ്റിക്യൂട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരോട് പുസ്തകത്തെ പറ്റിയും അമേരിക്കൻ ജീവിതത്തെ പറ്റി ഒരു ചിറ്റ് ചാറ്റാണ് ഈ ലൂസ് ടോക്കിൽ ഉദ്ദേശിക്കുന്നത്. മനോ, സ്വാഗതം. അപ്പം മനോ അപ്പം ഈ ഇത്രയും വർഷമായിട്ട് അമേരിക്കയിലാണ്. മനോ ബേസിക്കലി എന്താണ് രണ്ടും കേരളത്തിലെ ആ ജീവിതം, കാരണം സ്കൂളും ചൈൽഡ്ഹുഡും ടീനേജും എല്ലാം കേരളത്തിലായിരുന്നു, അതിനുശേഷമാണ് അമേരിക്ക, കാരണം ഇറ്റ്സ് എ ലോങ് ഇയേഴ്സ്. അപ്പം എന്താണ് ബേസിക്കലി അതിൻ്റെ വ്യത്യാസവും നേട്ടവും ഉണ്ടായത്? 20 വയസ്സിൽ ഞാൻ അമേരിക്കയിൽ കുടിയേറി. ഈ രാജ്യത്ത് കേരളത്തിൽ ജീവിച്ചതിൻ്റെ കൂടുതൽ വർഷം അവിടെയാണ് ജീവിച്ചത്. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടോട്ടുള്ള ഒരു യാത്രയിൽ അതിൻ്റെ കൾച്ചറൽ വ്യത്യാസം, അതിൻ്റെ നന്മയും തിന്മയും, പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും, വിദ്യാഭ്യാസം, പൊളിറ്റിക്സ്, കൾച്ചറ്, ലിറ്ററേച്ചറ്, ഇതുപോലുള്ള എല്ലാ തരത്തിലും ഡയസ്പോറ, അതായത് നമ്മൾ അവിടെ ജീവിക്കുമ്പോഴും ഡയസ്പോറയുടെ ഒരു മിസ്സിംഗ് ഉണ്ട് നമുക്ക്. ആ ഡയസ്പോറയിലുള്ള മൽപ്പിടുത്തങ്ങൾ ഒക്കെ ചേർന്ന് ഇറ്റ്സ് എ മിക്സ്ഡ് ബാഗ് എന്ന് ഞാൻ പറയും അതിനെപ്പറ്റി. അപ്പം ഒരു അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബേസിക്കലി ഇന്ത്യക്കാർക്ക് ഒരു അമേരിക്കൻ ഡ്രീം ഉണ്ട്, അമേരിക്കയിൽ പോവുക, അവിടെ സെറ്റിൽ ആകുക, അമേരിക്കൻ ലൈഫിന്റെ പാർട്ടാകുക. അപ്പം അമേരിക്കൻ ഡ്രീം ആയിരുന്നു അമേരിക്കയിലോട്ട് കൊണ്ടുപോയത്? അമേരിക്ക പഠിക്കുന്ന കാലത്ത് നമ്മൾ 7-ാം കടലിനക്കര എന്നൊരു സിനിമയാണ് ഞാൻ ഹൈസ്കൂളിൽ കാണുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഡ്രീം ലാൻഡ് അല്ലേ. പിന്നെ ഞാൻ എന്നെ വിവാഹം കഴിച്ചാണ് പോയത്. അമേരിക്കൻ ഡ്രീമിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. ഡിഗ്രി ഫിസിക്സിന് പഠിക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. അപ്പോഴ് ഈ പെണ്ണ് കാണൽ ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അദ്ദേഹത്തിൽ നിന്ന്, അമേരിക്കയെ പറ്റി എന്തറിയാം. സോ ഐ വാസ് 19, എനിക്ക് 19 വയസ്സും പുള്ളി ഒരു പഠിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാണ് നാട്ടിൽ വന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം പൊട്ടിച്ചിരിച്ചു പോയി, ഞാൻ അമേരിക്കയെ പറ്റി എന്തറിയാം. കാരണം ഹി ഹാസ് എ വിഷൻ, ഹി ഹാസ് എ ഡ്രീം. അപ്പോഴ് ഞാനതിന് എന്ത് മറുപടി പറഞ്ഞു എന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ചോദിച്ചതിൻ്റെ പിന്നിൽ ഒരു ഇതുണ്ടായിരുന്നു. എന്നെ അവിടെ പഠിപ്പിക്കാനായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അപ്പോൾ അതെന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു ആ പോയിന്റിൽ. കാരണം ഡിഗ്രി ഫിസിക്സ് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ഗോളുണ്ട്. ഐ വാസ് എ ടോപ്പ് സ്കോളറൊക്കെ ആയിട്ടാണ് സ്കൂൾ തലത്തിൽ നിന്ന് വന്നത്. അപ്പം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മാരേജ് എന്ന് പറയുമ്പം ഐ വാസ് ഇൻ റെഡി അറ്റ് ഓൾ, അബ്സല്യൂട്ട്ലി, നോ മാറ്റർ ഏത് രാജകുമാരൻ മുമ്പിലിരുന്നാലും. ബട്ട് അദ്ദേഹത്തിൻ്റെ ഗോൾ എന്നെ അട്രാക്റ്റ് ചെയ്തു, ഈ കുട്ടിയെ അവിടെ ചെന്ന് പഠിപ്പിക്കണം എന്നുള്ളത്. കാരണം അപ്പം എനിക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ അമേരിക്ക പോലെ ഇന്നും ഈ 35 വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും അത്രയേറെ അഡ്വാൻസ്ഡ് ഒരു കൺട്രി ഈ ലോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ കറക്റ്റായിട്ട് പറയുകയും ചെയ്യും, ബേസ്ഡ് ഓൺ അക്കോർഡിംഗ് ടു മൈ ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ. മനു ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റേറ്റിന്റെ എംപ്ലോയി ആയിരുന്നു. യെസ്, ഐ വർക്ക് ഫോർ ദ ഗവർണർ അറ്റ് ദിസ് പോയിന്റ്. അവിടെ ഗവർണർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഈ അമേരിക്കയിൽ ഇപ്പൊ ഇത്രയും വർഷം ചെലവഴിച്ചു. ബേസിക്കലി അമേരിക്കയിൽ ഇത്രയും വർഷം ചെലവഴിക്കുന്ന പലർക്കും അമേരിക്ക ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത് ചില സന്ദർഭങ്ങളിൽ. പല ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്, റിവേഴ്സ് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു തോന്നൽ മനോയ്ക്കുണ്ടായിട്ടുണ്ട്? അബ്സല്യൂട്ട്ലി നോ. കാരണം ആദ്യകാലത്തൊരു നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. പമ്പയുടെ തീരത്ത് ഒരു 4 കെട്ട് വയ്ക്കണം, അവിടെ താമസിക്കണം, കാറ്റ് കൊള്ളണം എന്നൊക്കെ ഉള്ളത്. ആ ഡ്രീം കുറേ കാലം ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് പോയിരുന്നതാണ്. ബട്ട് ആസ് ഐ വാസ് മൂവിങ് ഓൺ, that dream was gone
ആൻഡ് ഐ അഡ്മയർ അമേരിക്ക. അത് ചെന്ന കാലം മുതലേ അഡ്മറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു മാമ്പഴക്കാലമൊക്കെ ഉണ്ടല്ലോ, അത് മിസ്സിങ് ഉണ്ടായിരുന്നു. ബട്ട് നൗ എനിക്ക് അഡ്മിറേഷൻ കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് ആ നെഗറ്റീവ്സ് ഒരിക്കലും. പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ വീണ്ടും ഈ മലയാളം എന്ന് പറയുന്നത് സ്റ്റിക്ക് ചെയ്ത് അത് വായിക്കുകയും വീണ്ടും ആ പുസ്തകങ്ങൾ വായിക്കുകയും എഴുതിയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ബാക്ക് എൻഡിൽ എന്താണ് ഉണ്ടായത്? അത് ഞാൻ പറയുമ്പോൾ അമേരിക്കയിൽ എനിക്ക് ട്വിൻസ് മക്കളാണ്, ആര്യ ആൻഡ് ഡയന. അവർ ഫ്ലൂവൻ്റ് ആയിട്ട് മലയാളം പറയും. എഴുതാൻ ഞാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർ എഴുതുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഞാനതിന് മെനക്കെട്ടില്ല എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പം മലയാളത്തോടുള്ള എൻ്റെ ഒരു പാഷൻ, മലയാള ഭാഷയുടെ ഭംഗി, ചിലപ്പോൾ ഈ ബുക്ക് തന്നെ ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകയാണ്. കാരണം ആ ഭാഷ, ഇപ്പം നീലകണ്ഠ പ്രക്രിയ, ഇതിനെ ഒന്ന് ഇംഗ്ലീഷിലൊന്ന് പറയണമെങ്കിൽ നമുക്ക് പിന്നെ ആ ചരിത്രവും കൂടെ പറയണം. ശിവന്റെ കഥയും കൂടെ പറഞ്ഞുവെങ്കിലേ നമുക്കത് എത്തിക്കാനാവുള്ളൂ. അങ്ങനെയുള്ള ടൈറ്റിൽ വരാനുള്ള കാരണം ഞാൻ പറയാം. ഇതിന്റെ ഉൽപ്പത്തി ഒന്ന് പറഞ്ഞോട്ടെ സാറിന് ഓക്കെയാണോ? 2016 ഒരു മെമ്മോറിയൽ ഡേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മൺഡേ ആണ്, ഓഫ് ഡേ ആണ് മെമ്മോറിയൽ ഡേ. എൻ്റെ കുട്ടികൾ ഭയങ്കര വായനക്കാരാണ്, ബിഗ് ടൈം റീഡേഴ്സാണ്. വി ബോത്ത് വർ റീഡിങ് ഇൻ ദി ആഫ്റ്റർനൂൺ. പെട്ടെന്ന് അവൾ ആര്യ ടേൺ അറൗണ്ടിൽ ആൻഡ് ഷി ആസ്ക്ഡ് മീ, മാമി ഐ വാണ്ട് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം യു ഓൺ മൈ വെഡ്ഡിങ് ഡേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാലയോ വളയോ അല്ലെങ്കിൽ എന്തോ സ്പെഷ്യൽ ഡയമണ്ടോ കുട്ടി ചോദിക്കുന്നതാണ്. പക്ഷെ അവൾ ചോദിച്ചത് അമ്മയുടെ ആത്മകഥ. അത് എൻ്റെ ആത്മകഥ എന്ന് പറയുമ്പോൾ അമ്മയുടെ ദേശത്തിൻ്റെ ഗന്ധവും, അവർക്ക് ഈ തൊട്ടാവാടി വലിയ ഇഷ്ടമാണ്. തൊട്ടാവാടിയുടെ സ്പെഷ്യാലിറ്റിയും ദേശകഥകളും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ഗന്ധമുണ്ടല്ലോ, അത് അമ്മ മൺമറഞ്ഞു പോയതിന് ശേഷവും, ഷീസ് ആൻ അമേരിക്കൻ ഗേൾ, അവൾക്ക് അവിടെ സൂക്ഷിക്കാൻ ഇതായിരുന്നു അവളുടെ ആവശ്യം. അവള് വിവാഹപ്രായം എത്തിയിട്ടില്ല, ദേ ബോത്ത് ആർ ഇൻ മെഡിക്കൽ സ്കൂള്. അപ്പം ഇത് മനസ്സിലൊരു വലിയ I was basically, I never thought I was going to be a writer. അല്ലെങ്കിൽ I'm going to be a writer. I was a reader, big time reader. My children were readers too. എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ തലത്തിൽ ഇതൊരു വലിയ എന്നാ പറയുന്നേ, നമ്മളിത് പറയില്ലേ, കുരു മണ്ണിലിട്ടു എന്ന് പറയുന്നത്, അത് മുളയ്ക്കാൻ തുടങ്ങി. അവിടെ ഇരുന്നത് മുളയ്ക്കാൻ തുടങ്ങി. സോ ദാറ്റ് കെയിം ഔട്ട് ഇൻ പാൻഡമിക് 2020 മാർച്ച് മാസത്തിൽ അമേരിക്ക മുഴുവനും ഷട്ട് ഡൗൺ ആയി. വി വർ ഇൻ ദ റൂം വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്. ആ കാലത്തിൽ എനിക്കിത് ലെറ്റ് മീ സ്റ്റാർട്ട്. കാരണം അവൾ ഇടയ്ക്ക് എന്നെ ഓർപ്പിക്കുന്നുണ്ട്, അമ്മ അതുവരെ കാത്തിരിക്കരുത്, ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. സോ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. അപ്പം അവിടെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുന്നത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, പ്രത്യേകിച്ചും ആത്മകഥ പോലെ ഒരെണ്ണം. സോ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ ഐ എം സീയിങ് എ ലോട്ട് ഓഫ് വെറൈറ്റീസ് ആൻഡ് എവറിത്തിങ്. ദെൻ ഐ തോട്ട് ലെറ്റ് മീ ബ്രിങ് മൈ ഓൺ സ്റ്റൈൽ. അതായത് ഇവിടെ ജനിച്ചു, ഇങ്ങനെ പോയി, ഒരു ഓർഡർ ഇല്ല, ദർ ഇസ് നോ ഓർഡർ. അപ്പം എൻ്റെ ഒരു സുഹൃത്തും പറഞ്ഞു, എവിടെയാണ് തുടങ്ങുന്നത്? അതാണ് അടുത്ത ചോദ്യം. എവിടെയെങ്കിലും തുടങ്ങുക. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് മൈ ഫാദർ. അതായത് 12 വയസ്സിലാണ് തുടങ്ങുന്നത്. ആസ് യു ഗോ ഓൺ യു ക്യാൻ 8 ചാപ്റ്ററുകളാണ് ഈ ബുക്കിനുള്ളത്. 7ാമത്തെ ചാപ്റ്ററിലും ചിലപ്പോൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡോ അല്ലെ ബാല്യവും പറയുന്നുണ്ടായിരിക്കും. There is no need. Basically, orderless ആണ്. മനോട് ചൈൽഡ്ഹുഡ് എവിടെയായിരുന്നു ബേസിക്കലി? And I was born in Kashmir. Yeah. കാശ്മീരിൽ ഡാഡി എയർഫോഴ്സിലായിരുന്നത് കൊണ്ട് കാശ്മീരിൽ 2 വയസ്സ് വരെ ഉണ്ടായിരുന്നു, അത്ര ഓർമ്മയില്ല. ബട്ട് വി വർ ഇൻ നോർത്ത് ഇന്ത്യ അപ് ടു ഏജ് 5 or 6. അപ്പം മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഹെഡ് മാസ്റ്റർ എന്ന് പറയില്ലേ ആ സ്കൂളിലെ. പുള്ളി ഭയങ്കര നിർബന്ധമായിരുന്നു പേരക്കുട്ടികൾ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ 1ാം ക്ലാസ് പ്രായമാകുമ്പോൾ ഡാഡി തൂക്കി ഈ പിള്ളേരെ കൊണ്ടുവന്ന് ഗ്രാമത്തിൽ കൊണ്ടുവിടും. അപ്പോൾ ഈ എയർഫോഴ്സിൽ ഞാൻ വലിയ യൂറോപ്യൻ സ്റ്റൈലിൽ നിന്ന് ജീവിച്ചു വരുന്ന പെൺകുട്ടി നേരെ കൊണ്ടുവന്നൊരു ഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പൊ ഈ ഗ്രാമത്തിന്റെ എയർഫോഴ്സ് ഓഫീസറായിരുന്നു ഡാഡി. എൻ്റെ പിന്നെ കമാൻഡ് അല്ലെ, ഹി വാസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഞാൻ മേ ബി ഹി വാസ് ഓഫീസർ, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെ തലങ്ങളാണ് അതിലുള്ളതെന്നുള്ളത്. അപ്പൊ അവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന എന്നെ ഗ്രാമത്തിന്റെ ഒരു, ഓഫ് കോഴ്സ് ഐ വാസ് മിസ്സിങ് മൈ പേരൻസ്. ഈ അപ്പച്ചൻ്റെ കൂടെ കൈപിടിച്ച് സ്കൂളിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള, പക്ഷെ ഈ ലാൻഡ് എന്നെ അങ്ങോട്ട് ഭ്രമിപ്പിച്ചു. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫ്രെഡറിക് നീഷയുടെ ഈ പ്രപഞ്ചത്തോടുള്ള ഒരു ഉന്മാദമുണ്ട്.
ദാറ്റ് മെയ്ഡ് മീ ഉന്മാദിനിയാക്കി എന്ന് ഞാൻ പറയാം. അപ്പം അത് ഉള്ളിൽ കിടപ്പുണ്ട് ആ ഒരു ഭാഗം, ആ പച്ചപ്പും എല്ലാം. സോ എൻ്റെ ഒരു ബാല്യം 12 വയസ്സ് വരെ നമ്മൾ ഒരു സ്വർഗഭൂമിയിൽ ജീവിക്കുകയും ഡാഡിയുടെ ഒരു മരണത്തോടെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളൊരു, അല്ലെങ്കിൽ ഞാനതിന് പറയുന്ന ഒരു ഭാഗം പെട്ടെന്ന് സാറിനോട് പറയാം. ഉത്സവപ്പറമ്പിൽ പോകുന്ന ഒരു കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ച് ഉത്സവപ്പറമ്പ് പോകുമ്പോൾ എല്ലാ കാഴ്ചകളും വിസ്മയങ്ങളാണ് അല്ലേ, പാമ്പാട്ടിയും പൊരിക്കടലയും എല്ലാം. അച്ഛൻ്റെ കൈ വിട്ടെന്ന് നോക്കിക്കേ, ആ കുട്ടിയുടെ പരിഭ്രാന്തി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ പിന്നെ ഒന്നും അട്രാക്റ്റ് ചെയ്യില്ല. ദാറ്റ് ബിക്കം ദ വേൾഡ്. ഭയത്തിനാണ് അച്ഛൻ പോയി. അതായിരുന്നു എക്സാക്ട്ലി എൻ്റെ 12ാമത്തെ വയസ്സ് എന്ന് പറയുന്നത്. എനിക്കൊരു സിസ്റ്റർ, ഒരു ബ്രദർ. മമ്മി വാസ് ഓൺലി 33, ബാലവിധവയായി. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ബാലവിധവയ്ക്ക്. മമ്മി വാസ് ഓൾവേസ് എ ഹൗസ് വൈഫ്. ഷീസ് ഫ്രം എ തരകൻ ഫാമിലി. റാന്നി മറ്റപ്പള്ളിയിൽ എന്ന് പറയുന്നത് വലിയ ഈ ഓർത്തഡോക്സ് കൺസർവേറ്റീവ് ഫാമിലിയിൽ നിന്ന് ഒരു ബാങ്കിൽ പോകാൻ പോലും മമ്മിക്ക് അറിയില്ല. സോ നമ്മളെ എല്ലാം കീഴ്മേൽ മറിയുന്ന ഒരു നില. ബട്ട് ഔട്ട് ഓഫ് ദ 3 children, മൈ ബ്രദർ വാസ് ഓൺലി 3, മൈ മദർ വാസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഔട്ട് ഓഫ് ദി 3 ഞാൻ സാറിനോട് ഇപ്പോൾ പറയുമ്പോൾ ഒരു ഇത്തിരി സ്വല്പ അഹങ്കാരത്തിൽ അല്ലെങ്കിൽ പറയാം, ഐ വാസ് ബോൺ ആസ് എ ബ്ലസ്ഡ് ചൈൽഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാത്തിനെയും, അതായത് അപ്പച്ചൻ്റെ പറമ്പിലെ കുളത്തിലെ വാൽമാക്രിയെ വരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. ഇതെല്ലാം ഇങ്ങനെ വലിയ ഇലഞ്ഞി മരം, ഇലഞ്ഞിയുടെ മണം ഒക്കെ ആയിട്ട്. അപ്പം അതെല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ പതിപ്പിച്ചിട്ട് വളരുന്ന ഒരു ബാല്യം. വലിയ മനോഹരമായ പച്ചപ്പിൽ നിന്ന് പെട്ടെന്ന് താഴേക്കുള്ളൊരു ഡ്രോപ്പ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിന് അപ്പച്ചൻ പണിഞ്ഞ ഒരു വീടുണ്ടായിരുന്നു, 4 പാളി കഥകുള്ളത്. അവിടെയുള്ള ആനക്കൂട്ടങ്ങൾ, ഞങ്ങളുടെ നെയ്ബർ എന്ന് പറയുന്നത് താമരപ്പള്ളിയിൽ ഫാമിലിയാണ്. അവർക്ക് ഒരുപാട് ആനയുണ്ടായിരുന്നു, 12 ആന. ഈ ആനക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി. ഈ ഹരിത ഭംഗി പെട്ടെന്ന് അതൊരു ഡാർക്ക് വേൾഡിലേക്ക് പോയി. പിന്നെ സങ്കടക്കടലായിരുന്നു. സുന്ദരിയായ ബാലവിധവ അമ്മ. പക്ഷെ മമ്മിയുടെ പ്രതീക്ഷയായിരുന്നു ഞാൻ. ബിക്കോസ് ഓഫ് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയും, ഷീ ഈസ് ഷാർപ്പ്, റിയലി ഷാർപ്പ്. അതായത് കണക്ക് സാറായിരുന്നത് കൊണ്ട് 1 മുതൽ 100 വരെ എഴുതാൻ പറയും. അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. നമ്മൾ ഈ 99, 98 എന്ന് പറഞ്ഞ് വരില്ലേ. ഞാൻ പെട്ടെന്ന് ഈ 1, 2, 3 താഴേന്ന് മേളിലോട്ട് എഴുതി. ദാറ്റ് ഈസ് ഈസി അല്ലേ. അപ്പം പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ടൊക്കെ. സോ ഹി നോട്ടീസ്ഡ് മീ ആൻഡ് ലൈക്ക് ഹി സെഡ്. അപ്പോൾ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഷീ ഈസ് ഷാർപ്പ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം. സാർ ചോദിച്ച പിരിയൻ ഗോവണിയുടെ ടൈറ്റിൽ എന്താണെന്നുള്ളത് വി വിൽ കം ടു ദാറ്റ് പോയിന്റ്. അങ്ങനെ ഒരു ടൈറ്റിൽ വരാൻ കാര്യം, അപ്പം ഞാൻ തുടങ്ങിയത് ഡാഡിയുടെ മരണത്തിൽ നിന്ന് തുടങ്ങി. അത് പേജ് 13 ഒന്നെന്ന് പറയുന്നതിൽ സെക്കൻഡ് പേജിൽ തന്നെ മാർക്കേസിന്റെ വിളംബരത്തിന്റെ ഒരു പിരിയൻ ഗോവേണി ഞാൻ അവിടെ എൻ്റെ മനസ്സിൽ വന്നു. പിരിയൻ ഗോവേണിയുടെ ഏകാന്തതയിലകപ്പെട്ടവരുടെ ഒരു പിരിയൻ ഗോവേണിയിൽ കൂടി പോകുന്ന ഒരു കയറ്റം, അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എന്നിലേക്ക് വന്നു. അതായത് ജീവിതം ഒരു പിരിയൻ ഗോവേണി ആകുകയാണ്. ഓരോ പടവ് കയറി വരുമ്പോഴും അടുത്തുണ്ടാകാൻ പോകുന്നത് ഭയമാണോ സന്തോഷമാണോ എന്നുള്ള ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ ഭയമാണ് കൂടുതലും. അപ്പം ഈ ഭയങ്കര സ്ട്രഗിളാണ് അത് കയറുമ്പം. വിസ്മയങ്ങൾ, നമ്മളെ കാത്തിരിക്കുന്ന വിസ്മയങ്ങൾ. അപ്പം ആ സെക്കൻഡ് പേജിൽ തന്നെ ഈ വേർഡ് 2 തവണ വന്നപ്പോൾ ഇതൊന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ കുട്ടികൾക്ക് വിട്ടുകൊടുത്തു. അതിൽ വീണക്കമ്പികളെന്ന് അയന ഒന്ന് പറഞ്ഞു. അവൾ പറയാനൊരു അയന, അവർക്കും ദേ ആർ ബിഗ് ടൈം റീഡേഴ്സ് ആയതുകൊണ്ട് ദേ നോ ദ ടെക്നിക്സ്. പിരിയൻ ഗോവേണി വേണോ വീണക്കമ്പികൾ വേണം. അപ്പോൾ അവൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ അതിൻ്റെ പിരിമുറുക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു. പക്ഷെ ആര്യ പറഞ്ഞു, പിരിയൻ ഗോവേണി ഈസ് സോ മസ്കുലർ മാമി, ഇറ്റ് ഈസ് വെരി മസ്കുലർ, വെരി യുണീക്ക്. സോ വി ഡിസൈഡ് ടു ഹാവ് പിരിയൻ ഗോവേണി. അതൊക്കെ ജീവിതവുമായിട്ട് വളരെയധികം സിങ്ക് ചെയ്ത് നിൽക്കുന്നു. കാരണം മമ്മിയുടെ ബാലവിധയാട്ടെ ഈ കുഞ്ഞു മക്കളാട്ടെ ഈ കയറി വരുമ്പോൾ ആരോഹണ പ്രക്രിയയിൽ ഒരുപാട് വേദനകൾ, വിസ്മയങ്ങൾ, അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ. ഞാൻ ഈ ഗവർണേഴ്സ് പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ യു ഡിഡ് എ ഗുഡ് ജോബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ ഫോറമായിരിക്കാം. അത് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയിക്കുന്ന ഒരു
ഒരു ഓർമ്മയുണ്ട്. കാരണം ഈ പച്ചപ്പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഗ്രാമത്തിൽ കൂടെ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ ഞാൻ നിൽക്കുന്ന ഒരു തലം മറ്റൊരു തലമാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ അപ്രീസിയേഷൻസ്, അങ്ങനെ വിസ്മയങ്ങളുടെ ഒരു ലോകം തീർച്ചയായിട്ടും. അപ്പം എല്ലാം ചേർന്ന് സങ്കടങ്ങളും പിന്നെ പരിഹാസങ്ങളും ചാലഞ്ചുകളും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ. കാരണം ഒരു ചരിത്ര ബുക്ക് ഞാൻ അമേരിക്കയിൽ എഴുതിയായിരുന്നു, ക്നാനായക്കാർ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ പിരിയൻ ഗ്ലോവനി സാറിന് പിടികിട്ടിയല്ലോ ഒരു ക്നാനായ ഫാമിലിയാണ്. റിച്വൽസും പരിപാടികളൊക്കെ അബ്സല്യൂട്ട്ലി. അപ്പൊ അതിൽ നിന്നാണ് ബേസിക്കലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. യെസ്, ചൈൽഡ്ഹുഡ് അവിടെയായിരുന്നു. ടീനേജിനും അതിനുശേഷമാണ് അമേരിക്കൻ. എന്റെ വിവാഹം കഴിച്ചതും ക്നാനായ ജാക്കബൈറ്റ് ചോദ്യം. ഇപ്പം അമേരിക്കൻ ലൈഫില് ഒരു മലയാളി എന്നുള്ള രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? 20 വയസ്സിലാണ് അവിടെ ചെല്ലുന്നത്. ഭാഷ ആദ്യം ഒരു ചെറിയ ഘടകമായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് പറയുമെങ്കിലും ആക്സെന്റ് അതൊരു ചാലഞ്ച്. പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മോസ്റ്റ്ലി മലയാളി സ്ത്രീകള് ഇപ്പം ഇതേ പ്രായമുള്ളവരൊക്കെ പോകുന്ന നേഴ്സസ് ആയിട്ട്. ഇവിടെ ആണെങ്കിൽ അക്കാഡമിക് ആയിട്ട് പഠിക്കാൻ പോയി, അതിനുശേഷം അവിടുത്തെ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വേറെ സ്പെസിഫിക് ആയിട്ട് വേറൊരു പ്രൊഫഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കൂടുതൽ നോക്കിക്കണ്ട് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ഉണ്ടായത്? വിദ്യാഭ്യാസത്തിലുള്ള ആദ്യത്തെ, കാരണം ഞാൻ ചെല്ലുന്നത് പഠിക്കാൻ അതായത് ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന കൊച്ചു ജോലി ചെയ്തിട്ടുണ്ട്, പൂക്കടയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറിയപ്പോൾ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ്. ഈ കിഴക്കൻ രാജ്യവും പടിഞ്ഞാറൻ രാജ്യവും തമ്മിലുള്ള അന്തരം പോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വ്യത്യാസം. കാരണം നമ്മളിവിടെ പഠിക്കുമ്പോൾ ഡിഗ്രി ഫിസിക്സ് ഞാൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്തുമാത്രം തിയറികൾ കാണാതെ പഠിക്കുന്നു. അവിടുത്തെ പഠിത്തം സെമസ്റ്റർ ബേസ്ഡ്, എവറിഥിങ്, ഒന്നും കാണാതെ പഠിക്കേണ്ട. ഒരു തിയറി എൻ്റെ ലൈഫിൽ ഏതോ ഒരു തിയറി ദ പ്രൊഫസർ സെഡ് ഇറ്റ് വിൽ ബി ഓൺ ദി എക്സാം ആൻഡ് ഓപ്പൺ നോട്ട് ബുക്ക് ആയിരിക്കാം. ബട്ട് ദേ ആർ വെരി വെരി ഷാർപ്പ്. ഓപ്പൺ നോട്ട് ബുക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ. കാരണം അത് നോക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയാണ്. അതുകൊണ്ട് ഐ സോ ദ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ദി അമേരിക്കൻ സിസ്റ്റം. ദേ ആർ ഹൈലി സ്റ്റാൻഡേർഡ് വൈസിലുള്ളതാണ് എവ്രിവെയർ. അത് മെഡിസിൻ ആയാലും ഏത് തരത്തിലായാലും. ഇന്നലെ നമ്മൾ സംസാരിച്ചു പറഞ്ഞു ബേസിക്കലി ഡെമോക്രാറ്റ് പൊളിറ്റിക്കലി ബൈഡൻ ബേസിക്കലി ആന്റി ട്രംപ് ആണ്. ആന്റി ട്രംപ് എന്ന് ഞാൻ പറയുന്നതിലുപരി എൻ്റെ ഹസ്ബൻഡ് ഒരു ഡെമോക്രാറ്റിക് വിശ്വാസിയാണ്. ആൻഡ് ഹി സ്റ്റിക്ക് വിത്ത് ദാറ്റ്. അതായത് തൊഴിലാളികളുടെ ഒരു ഗ്രൂപ്പാണ് ഡെമോക്രാറ്റിക് എന്നും റിപ്പബ്ലിക്കൻസ് എന്ന് പറയുമ്പം അമേരിക്കയുടെ റിച്ച് പീപ്പിളിൻ്റെ ഒരു പാർട്ടി. ഈ രണ്ട് പാർട്ടിയാണല്ലോ പിന്നെ ഇടയ്ക്ക് ഗ്രീൻ പാർട്ടി എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഫാമിലിക്കാർ റിപ്പബ്ലിക്കനായിരുന്നു. ദേ ആർ മില്യനേഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ്. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട്, ഞാനാണ് ജോലി ഇല്ലാതെ പഠിക്കുന്നു, അതുകൊണ്ട് വി ആർ പുവർ. ബേസിക്കലി അമേരിക്കയിൽ ഇപ്പോൾ ഇവിടെ ഒത്തിരി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോയിട്ടുണ്ട്. ഈ ക്നാനായക്കാർ ഇത്രയും പണം ഉണ്ടാക്കാൻ കാരണം ഞങ്ങൾ ആ ഐഡന്റിറ്റി അവിടെ കീപ്പ് ചെയ്ത് തന്നെ പോകും. ക്നാനായക്കാർ പണം ഉണ്ടാക്കാനുണ്ടായ കാരണം അതിന്റെ റീസൺ എന്താ? അങ്ങനെ സാറിന് തോന്നിയോ? കാരണം ഞാൻ അവിടെ പരിചയപ്പെട്ട ക്നാനായക്കാരെല്ലാം നല്ല ഫിൽത്തി റിച്ച് ആണ്. എസ്പെഷ്യലി ഷിക്കാഗോ ബേസ്ഡില് പല സ്ത്രീകളും അന്നത്തെ മെഡിക്കൽ പ്രൊഫഷൻ നേഴ്സസ് ആണ് എന്ന് തന്നെ ഞാൻ പറയും. നമ്മുടെ ആദ്യത്തെ ആ ഒരു ട്രെൻഡിൽ അറ്റ് ദ സെയിം ടൈം ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു ഷോർട്ടേജിലാണ് ഈ ഒരു ഇമിഗ്രേഷന്റെ വ്യത്യസ്തത ഉണ്ടാകുന്നതും. ഐ റിമെമ്പർ നേഴ്സസിന്റെ ഒക്കെ അവരുടെ ചിൽഡ്രൻ എല്ലാം വന്നേക്കുന്ന എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും. യെസ് സർ, ഐ ഹാവ് ടു സേ ദാറ്റ്. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഹസ്ബൻഡുമാർ വന്നപ്പോൾ അവർ ഇവിടെ നിന്ന് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളെ കല്യാണം കഴിച്ചായിരിക്കും പോയിരിക്കുന്നത്, എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ അത് ജോലി കിട്ടിയില്ല എങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ അതുപോലുള്ള ബിസിനസ് ചെയ്ത ഒരുപാട് പേര്. ഷിക്കാഗോ ഈസ് വൺ ഓഫ് ദ ടോപ്പ് സ്റ്റേറ്റ് ദാറ്റ് ദേ ഡു ദ ബിസിനസ്. ഞങ്ങളുടെ സ്റ്റേറ്റിൽ എല്ലാവരും പഠിച്ചും ജോലിയൊക്കെ ചെയ്യുന്ന ഒരു തലമാണ്. അപ്പം നമ്മൾ അവിടെ ഒരിക്കലും ഒരു സർവേ നടന്നതിൽ ആവറേജ് അമേരിക്കൻ്റെ ഇൻകവും ആവറേജ് ഇൻകം വേഴ്സസ് ഒരു ഇന്ത്യൻ ഇൻകം എന്ന് പറയുന്നത് വി ആർ ഹയർ. അതിൻ്റെ വി ആർ ഹാർഡ് വർക്കേഴ്സ് ആൻഡ് അവർ ചിൽഡ്രൻ, നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നൽകുന്ന
പ്രാധാന്യം അതിഭയങ്കര. അതുകൊണ്ടാണ് അടുത്ത തലമുറ നല്ല രീതിയിൽ നമ്മുടെ തലമുറ എവറി സിംഗിൾ പീപ്പിൾ ദേ ആർ അബവ് ദ വൈറ്റ് പീപ്പിൾ. അതിൻ്റെതായ ചാലഞ്ച് എൻ്റെ കുട്ടികൾ രണ്ടുപേരും ഞാൻ വന്ന സമയത്ത് ആദ്യം വന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നത് ഈ ഇന്ത്യൻസിന്റെ കുട്ടികളുടെ അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഒരു അമേരിക്കൻ ബ്ലാക്ക് ആയിരുന്നു. അവരുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ അത് ചേഞ്ച് ആയി. അത് സാറ് പറയുന്നത് ഒരു ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേറ്റ്. ന്യൂയോർക്ക് ആ ഭാഗം വരുന്നത്. ഞങ്ങൾ കുറച്ചുകൂടെ കനറ്റിക്കറ്റ്, മാസച്യൂസറ്റ്സ്, റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇംഗ്ലണ്ടിലോട്ട് പോകുമ്പോൾ ബ്ലാക്സ് കുറവാണ്. വളരെ കൺസർവേറ്റീവ് സ്റ്റേറ്റ്സ് ആണ് അതൊക്കെ. അപ്പം അവിടെ ഞാൻ ആ ഒരു ട്രെൻഡ് കാണുന്നില്ല, അധികം കാണുന്നില്ല. പക്ഷെ ഞാൻ ഈ ന്യൂയോർക്കിലും ഹൂസ്റ്റണിലൊക്കെ ഉണ്ടായിരിക്കുന്നത് അവരുടെയൊക്കെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബ്ലാക്ക്, അത് റേസിസത്തിന്റെ ഭാഗമാണ്. റേസിസത്തിന്റെ ഭാഗവും ഏത് പോപ്പുലേഷനാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ഭാഗം. ഇപ്പൊ എൻ്റെ കുട്ടികൾക്ക് നമ്മൾ വൈറ്റ് ആണ് മോർ ഡോമിനന്റ് എങ്കിൽ അവരുടെ ഫ്രണ്ട്സും ആ തരത്തിൽ വരുമല്ലോ. അപ്പം അതുകൊണ്ട് ദാറ്റ് ഈസ് ഡിപ്പെൻസ് ഓൺ ജിയോഗ്രഫി ആൻഡ് പോപ്പുലേഷൻ എന്നൊക്കെ ഞാൻ പറയും. അല്ലാതെ മറ്റുള്ള വ്യത്യാസമൊന്നുമില്ല. അല്ലാതെ പിന്നെ ഈ കുട്ടികള് ഞാനൊരു നമ്മുടെ അമേരിക്കയിൽ നിന്ന് പോയിട്ട് കുട്ടികളെ അപ്പനും അമ്മയും എന്താണോ അവരുടെ 1000 മടങ്ങ് നന്മയുള്ളവരാണ് അമേരിക്കൻ ബോൺ ചിൽഡ്രൻ. അബ്സല്യൂട്ട്ലി. അത് അൺകറപ്റ്റഡ് അല്ല. ഇവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു കൾച്ചറാണത്. നോ മാറ്റർ ബിക്കോസ് ദേ ആർ 8 hours ദേ ആർ ഇൻ ദ സ്കൂള്. വളരെ വിശാലമായിട്ടുള്ള മനസ്സ്. എൻ്റെ മകളൊന്നും ഒരു ചണുകിടയ്ക്ക് ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസ് വിട്ട് ചെയ്യില്ല. അബ്സല്യൂട്ട്ലി. മോളെ അതങ്ങ് എഴുതിക്കോ, നീ ഇന്ന ആളുടെ. നോ അമ്മ, ഐ ഹാവ് ടു ബി ഓണസ്റ്റ്. ഓണസ്റ്റി ഒരു ഭയങ്കര ഒരു ഫാക്റ്റാണ് അവർ. അത് ദാറ്റ്സ് എന്തുകൊണ്ടോ അതുകൊണ്ട് തന്നെ അവർ മറ്റു രാജ്യങ്ങളിൽ ഫിറ്റ് ആകത്തില്ല എന്ന് ഞാൻ പറയും. ഞാൻ പറയുന്നത് കനറ്റിക്കറ്റിൽ ഞാൻ കണ്ട കുട്ടികളുടെ ആ ഒരു, അല്ലാതെ എനിക്കറിയാം ദർ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് ചിൽഡ്രൻ, ആ ഒരു ഭാഗം. പിന്നെ ഡിസ്ക്രിമിനേഷൻ, റേസിസം എന്നുള്ളത് നമ്മുടെ കുട്ടികളിൽ ഒരുപാട് കുറവാണ്. വി ആർ ഓൾസോ ബ്രൗൺ സ്കിൻ. നമുക്ക് വേറെ ഇപ്പൊ ഈ അമേരിക്കയില് ഇപ്പം ഇന്ത്യയെ പറ്റിയുള്ള പഴയ അഭിപ്രായത്തിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. സാർ ഇത് പറയുന്നത് നരേന്ദ്രമോദി വന്ന ശേഷം ഞാൻ ഈ വാഷിങ്ടൺ DC എല്ലാ കോൺഫറൻസിനും പോകുന്നത്. അപ്പം ആദ്യം മോദി പ്രൈം മിനിസ്റ്റർ ആയ ആ കാലത്ത് ഞാൻ ചെല്ലുമ്പോഴെല്ലാം മോദി വൈറ്റ് ഹൗസിലുണ്ട്. അപ്പോൾ അവിടുത്തെ യുവർ പ്രൈം മിനിസ്റ്റർ ഈസ് ഹിയർ എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആദ്യം വരുമ്പം ഒബാമയുടെ കാലത്താണോ? ഒബാമയുടെ കാലത്താണ്. എനിക്ക് ഐ എം നോട്ട് ട്രൈങ് ടു റീകളക്ട്. വെൽക്കംഡ് ആയിരുന്നു അല്ലേ? അല്ല, അമേരിക്കൻ ജനതയ്ക്ക്, അതായത് അവിടെയുള്ള അമേരിക്കൻ സിറ്റിസൺ, അതായത് അവിടെയുള്ള ഒറിജിൻസ്, അപ്പൊ അവർക്ക് ഇന്ത്യയോടുള്ള ഒരു സമീപനത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സമീപനത്തിന് മാറ്റം എന്ന് സാർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവേകാനന്ദന്റെ ഷിക്കാഗോ സ്പീച്ച് മുതലാണ് ഒരുപക്ഷെ അവർ ഇന്ത്യക്കാരെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് നമുക്ക് പറയാനാവും അല്ലേ? വെൽ അട്രാക്റ്റഡ് 100+ years ago ഉണ്ടായതല്ലേ. പിന്നീട് ഞാൻ കണ്ടത് they respect Indians a lot. അതിൻ്റെ കാരണം നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്. ആ റെസ്പെക്റ്റ് അവിടെയുണ്ട്. ബട്ട് റേസിസം ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ഉണ്ട്. ഇപ്പം ഞാൻ അധികം ഫേസ് ചെയ്തില്ല. കാരണം ഞാൻ പഠിച്ചു വന്നു, വെൽ അക്സെപ്റ്റഡ് ആയിരുന്നു ജോലിയിൽ. ദ മോർ ഹയർ യു ഗോയിങ് ടു started feeling that racism, to be honest. അത് ഞാൻ മനസ്സിലാക്കിയത് എന്നേക്കാളേറെ എൻ്റെ കുട്ടികൾ ഫേസ് ചെയ്യുന്നു. എൻ്റെ മക്കളെ ടോപ്പ് വാലഡിറ്റോറിയൻസ് ആയിരുന്നു ഹൈസ്കൂളിലേത്. മോള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അമ്മ മെഡിക്കൽ സ്കൂളിൽ ഞാനൊരു വൈറ്റ് ബ്ലാണ്ട് കുട്ടിയെക്കാളും 10 times ഹാർഡ് വർക്ക് ചെയ്യണം. ഈവൻ ദോ ഇവളൊരു 100+ അവളേക്കാൾ മുകളിൽ അക്കാഡമിക്കലി നിൽക്കുകയാണെങ്കിലും. നിങ്ങൾ ഈ പുസ്തകം കണ്ട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അപ്പം ഈ ബുക്ക് ഇത് ഉണ്ടായത് മകള് ചോദിച്ച ഒരു സമ്മാനം അത് എഴുതി തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അവള് തന്നെ ഒരു ക്രൈറ്റീരിയ വെച്ചിരുന്നു. അതിന് അമ്മ റീഡറിന് ഒരു മെസ്സേജ് കിട്ടുന്ന ബുക്കായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഞാൻ ഇവിടെ പഠിച്ചു അവിടെ പഠിച്ചു എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നുള്ളതായിരിക്കത്തില്ല. ദ റീഡർ ഷുഡ് ഗെറ്റ്
മോട്ടിവേഷണൽ, ഇൻസ്പിറേഷൻ. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ പ്ലസ് അത് ഈ ബുക്കിന് 2 വശങ്ങളാണ്. ഒന്ന്, സങ്കടക്കടലിൽപ്പെട്ട ഒരു ബാലവിധവയും 3 കുഞ്ഞുങ്ങളും അനുഭവിക്കേണ്ടി വന്ന നൊമ്പരങ്ങളും നീറ്റലും നിലവിളിയുമൊക്കെ ഒരു പുതുതലമുറയിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഒരു ബാലവിധവ കടന്നു പോകുന്ന, ഇന്നും നമുക്ക് സതിയൊക്കെ നിർത്തിയെങ്കിലും ഇറ്റ് ഈസ് ദയർ. അതിൻ്റെ ഒരു വശം അതാണ്, പുതുതലമുറയിലേക്ക് എത്തിക്കുക. അതിൻ്റെ മറുപുറമെന്ന് പറയുന്നത്, ഇതേപോലെ ഏകാന്തതയിൽ അകപ്പെട്ട ഒരുപാട് പേരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമല്ല. അപ്പോഴേ നമ്മൾ എന്തുകൊണ്ട് ഈ നെഗറ്റിവിസം മാത്രം പറയണം? ഹൗ ക്യാൻ വി ഓവർകം? ഹൗ ഡു വി ഓവർകം? അതിനെ അതായത് ദാറ്റ് ഈസ് വാട്ട് ഞങ്ങൾ വന്നെത്തി നിന്ന തലം അതായിരുന്നു. എൻ്റെ അമ്മയുടെ നിശബ്ദമായ സമീപനം, അവരാരോടും ഉത്തരം പറയാൻ നിന്നില്ല, നിശബ്ദമായിട്ട് 3 കുഞ്ഞുങ്ങളെ പിടിച്ച് നീങ്ങി. അപ്പം ഞാനത് അതിൻ്റെ കുറേ പഠനത്തിലേക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചു. അതാണ് അപ്പോക്കാലിപ്സ് എന്ന് പറയുന്നത്. അപ്പം പ്രകൃതിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില മർമ്മങ്ങളുണ്ട്. ഞാനത് തേടിയിറങ്ങിയിട്ട് കണ്ടുപിടിച്ചത്, പ്രകൃതി തന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അപ്പോക്കാലിപ്സ് വിസ്മയമുണ്ട്. അതെന്ന് പറയുന്നത്, ഈ പ്രകൃതിയിൽ എല്ലാ പൂട്ടിനും ഒരു താക്കോലുണ്ട്, അതെവിടെയാണെന്നറിയില്ല. എല്ലാ രോഗത്തിനും ഒരു മരുന്നുണ്ട്. ഇറ്റ് ഈസ് ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ്? അത് പ്രകൃതിയിൽ അതുണ്ട്. അത് ഹൗ ഡു യു ഗെറ്റ് ഇറ്റ്? ഇതിനെ പൈലോ കൊയിലോ ആൽക്കമിസ്റ്റ് എന്നെ ഒന്ന് ആദ്യത്തെ വായനയിൽ തന്നെ വായിച്ചെന്ന് ഓർമ്മയില്ല, ഒരുപാട് വായിക്കുന്നുള്ളത് കൊണ്ട് അദ്ദേഹം കണ്ടത്, നീ ഒരു കാര്യം അന്വേഷിച്ചാൽ, തീക്ഷ്ണമായി അന്വേഷിച്ചാൽ അത് നിൻ്റെ അരികിലെത്തുമെന്നൊരു തിയറി പറയുന്നുണ്ട്. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ ഇറ്റ്. ദാറ്റ് ഈസ് പിരിയൻ കോവേണി. അപ്പം ഇതിൽ സങ്കടങ്ങൾ, ഞാൻ ആരുടെയും നേർക്കൊരു വിരൽ ചൂണ്ടുന്നില്ല. അവിടെ പൗരോഹിത്യമുണ്ട്, ദേവാലയങ്ങളുണ്ട്, റിലിജിയോസിറ്റി ഉണ്ട്. ഇവരെല്ലാം നമ്പരപ്പെടുത്തിയവരാണ്, ജനങ്ങൾ, ബന്ധുക്കൾ എല്ലാം. പക്ഷെ ആരിലേക്കും ഒരു പോയിന്റിങ് ഫിംഗർ ഇല്ല. അതല്ലേ നമുക്ക് വേണ്ടത്? സോ ആ ബുക്കിൽ നീ എങ്ങനെ ഇത് ഓവർകം ചെയ്യും, നിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിനെ നീ തന്നെ ഒന്ന് കണ്ടുപിടിച്ചിട്ട്. അപ്പം ഞാൻ വന്ന് നിൽക്കുന്നത് ആ ഒരു സ്വച്ഛതയിലേക്കാണ്. അതാണ് ആ ബുക്കിൻ്റെ ഉദ്ദേശം. മനോഹരമായിട്ട് നടത്തിയ ഈ ഒരു ചിറ്റ് ചാറ്റ്